നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സർക്കാർ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് പരക്കെ ആവശ്യം. പഠനം തുടങ്ങാത്തതിനാൽ കുട്ടികൾ വേറെ സ്കൂളുകളിലേക്ക് മാറുന്നു. ദുരിതബാധിതർക്ക് ജില്ലാ ഭരണകൂടം ബദൽ മാർഗം ഒരുക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ചുങ്കം തിരുവാറ്റയിൽ റോഡരികിലെ മീൻകടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി 6 പേർക്ക് പരിക്കേറ്റു. 2 പേർക്ക് നല്ല പരിക്ക്. ദേഹാസ്വാസ്ഥ്യമുണ്ടായെന്ന് പിക്കപ്പ് വാൻ ഡ്രൈവർ. ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ബോധവൽക്കരണ തെരുവ് നാടകവുമായി പുതുപ്പള്ളി മച്ചുകാട് CMS LP സ്കൂൾ. KCBC ലഹരി മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കോട്ടയം നഗരത്തിൽ എക്സൈസിന്റെ വൻ ലഹരി വേട്ട. 300-ലധികം ലഹരി ഗുളികകളുമായി ഫാർമസിസ്റ്റ് അറസ്റ്റിൽ. പിടിച്ചെടുത്തത് മാനസികാസ്വാസ്ഥ്യത്തിന് ഉപയോഗിക്കുന്ന നൈട്രോസെപ്പാം ഗുളികകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ. വാർത്തകൾ വിശദമായി. മഴക്കാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി സർക്കാർ സ്കൂളുകൾ മാറുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് ആവശ്യം. ദുരിതബാധിതരെ പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം ബദൽ മാർഗം ഒരുക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഇനിയും പഠനം ആരംഭിച്ചിട്ടില്ല. ഇതുമൂലം കുട്ടികൾ സ്കൂളുകൾ മാറിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളായി സർക്കാർ സ്കൂളുകൾ മാറുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായി. ദുരിതബാധിതർക്ക് ഷെൽട്ടർ ഒരുക്കണമെന്നും ആവശ്യം ഉയർന്നു. അധ്യയന വർഷം തുടങ്ങിയിട്ട് നിരവധി സ്കൂളുകൾ ഇപ്പോഴും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ദുരിതബാധിതരെ പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം ബദൽ മാർഗം ഒരുക്കണമെന്നും നിർദ്ദേശം ഉയരുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ കുട്ടികൾ പഠനം ഉപേക്ഷിക്കുകയാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങിയിട്ടും ക്ലാസ് ആരംഭിക്കാത്തതാണ് കാരണം. ചിങ്ങവനം ഗവൺമെന്റ് UP സ്കൂൾ, പെരുന്ന ഗവൺമെന്റ് LPS എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ. ചിങ്ങവനം ഗവൺമെന്റ് UP സ്കൂളിൽ പഠിക്കുന്ന 70 കുട്ടികളിൽ 10 പേർ മറ്റ് സ്കൂളുകളിലേക്ക് മാറി. പെരുന്ന ഗവൺമെന്റ് LP സ്കൂളിലും തുടർച്ചയായി ക്ലാസ് മുടങ്ങുന്നതിനാൽ പലരും TC ആവശ്യപ്പെടുന്നുണ്ട്. 48 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അധ്യയന വർഷം തുടങ്ങിയിട്ടും ചങ്ങനാശ്ശേരി ടൗൺ LP സ്കൂളിലും പുഴവാത് LP സ്കൂളിലും ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. മഴ തുടർന്നാൽ വീണ്ടും സ്കൂളുകളിൽ ക്യാമ്പ് തുറക്കേണ്ടി വരും. ഫാത്തിമാപുരം കുന്നക്കാട് കമ്മ്യൂണിറ്റി ഹാൾ, ചങ്ങനാശ്ശേരി നഗരസഭയുടെ ടൗൺ ഹാൾ എന്നിവ ക്യാമ്പിനായി തുറന്നു നൽകണമെന്ന് താലൂക്ക് അധികൃതർ നഗരസഭയോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. പെരുന്ന ഗവൺമെന്റ് LP സ്കൂളിൽ 14 കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ചിങ്ങവനം FACT കടവിൽ താമസിക്കുന്ന 6 കുടുംബങ്ങളാണ് ഗവൺമെന്റ് UP സ്കൂളിൽ താമസിക്കുന്നത്. കിടപ്പ് രോഗിയായ 2 മുതിർന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ക്യാമ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർക്കും കൗൺസിലർക്കും സ്കൂൾ അധികൃതർ പരാതി നൽകിയെങ്കിലും മാറ്റാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. അതേസമയം വെള്ളപ്പൊക്ക ദുരിതബാധിതരെ താമസിപ്പിക്കാൻ പകരം സംവിധാനം ഒരുക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. സ്കൂളുകൾ ഒഴിവാക്കി ഓഡിറ്റോറിയങ്ങളോ മറ്റു കേന്ദ്രങ്ങളോ താമസത്തിനൊരുക്കാൻ ജില്ലാ ഭരണകൂടം നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദുരിതബാധിതരെ രക്ഷിക്കണമെങ്കിലും അതേസമയം കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്നും MLA അഭിപ്രായപ്പെട്ടു. കാരണം സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പായി കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടികൾ TC മേടിച്ച് മറ്റ് സ്ഥലത്തേക്ക് പോകാൻ രക്ഷകർത്താക്കൾ മുന്നോട്ട് വരികയാണ്. ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അത് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ഷെൽട്ടർ കണ്ടെത്തണം. എന്നിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ അത് ചെയ്യാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് അറ്റൻഡൻസിനെ ബാധിക്കുന്നതാണ് കുട്ടികളുടെ പ്രശ്നം. അതേസമയം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നതാണ് നാട്ടിലെ ഈ ക്യാമ്പിലെത്തുന്ന ആളുകളുടെ പ്രശ്നം. ഇതിനെ രണ്ടിനെയും കൂടി പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരണം. അടിയന്തരമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ജില്ലയിൽ 5 ക്യാമ്പുകളിലായി 109 പേർ കഴിയുന്നു. വീടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോകാത്തതിനാൽ ഇവരുടെ മടക്കയാത്രയും നീളുകയാണ്. ശകലം വെള്ളം തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ചെല്ലുമ്പോഴേ പിന്നെ മെമ്പറും കൗൺസിലറൊക്കെ വന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരെ ഇവിടെ താമസിക്കാം, അങ്ങനെ ഇങ്ങനെ പോകുന്നതാണ്. എങ്ങനെയും ശകലം ഒന്ന് ഇറങ്ങിക്കിട്ട് ഞങ്ങളും പോയാലും. വിവിധ സ്കൂളുകളിലെ PTA-കളും ഇതേ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ചുങ്കം തിരുവാറ്റയിൽ റോഡരികിലെ മീൻകടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി 6 പേർക്ക് പരിക്കേറ്റു. മീൻ വാങ്ങാൻ സ്കൂട്ടറിലെത്തിയ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയതെന്ന് വില്ലൂന്നി സ്വദേശിയായ പിക്കപ്പ് വാൻ ഡ്രൈവർ പറഞ്ഞു.
കോട്ടയം ചുങ്കം മെഡിക്കൽ കോളേജ് റോഡിൽ തിരുവാറ്റയിൽ പിക്കപ്പ് വാൻ തട്ടുമീൻകടയിലേക്ക് ഇടിച്ചു കയറി അപകടം. ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയാണ് അപകടമുണ്ടായത്. മീൻകടയിലെ ജീവനക്കാർക്കടക്കം 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മീൻ വാങ്ങാൻ കടയിൽ വന്ന 3 പേർ, കടയുടമകളിൽ ഒരാളായ ജിനു, ജീവനക്കാരായ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ മീൻ വാങ്ങാൻ സ്കൂട്ടറിൽ വന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലേക്ക് ഏറ്റുമാനൂരിൽ നിന്നും പച്ചക്കറി എത്തിച്ച ശേഷം മടങ്ങിയ പിക്കപ്പ് ലോറിയാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയതെന്ന് വില്ലൂന്നി സ്വദേശിയായ ഡ്രൈവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലഹരിക്കെതിരെ തെരുവ് നാടകവുമായി പുതുപ്പള്ളി മച്ചുകാട് CMS LP സ്കൂൾ. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പുതുപ്പള്ളി ജംഗ്ഷനിൽ തെരുവ് നാടകം അരങ്ങേറിയത്. ലഹരിക്കെതിരെ ചടുല താളങ്ങളും ശബ്ദവും ഉയർത്തി പുതുപ്പള്ളി മച്ചുകാട് CMS LP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ച് കരം ചേർത്ത് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഒരേ സ്വരത്തിൽ ഇനി വേണ്ട ലഹരി എന്ന ആപ്തവാക്യം മുഴക്കി വിദ്യാലയം. പുതുപ്പള്ളി സെൻട്രൽ ജംഗ്ഷനിൽ നടത്തിയ തെരുവ് നാടകത്തിലൂടെ ലഹരി ഇനി വേണ്ട എന്ന സന്ദേശം സമൂഹത്തിന് നൽകി. മയക്കുമരുന്നിന്റെ ഉപയോഗം ക്രമാതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ വരുംതലം കാർന്നു മുന്നോട്ട് നിൽക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ലഹരിക്കെതിരെ ഇന്ന് ലോകം മുഴുവനുള്ള പ്രചരണ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൗമാരപ്രായത്തിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കടലാസ് ഉരുത്തി വലിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ നമ്മുടെ തലമുറ അവർക്ക് അതിൻ്റെ പേര് പോലും അറിയാത്ത ലഹരികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഹാവിപത്തിൽ വരുന്നത് തലമുറകൾ മറ്റും തലമുറകളിലേക്ക് കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കറിയാം എന്തോ കുറ്റകൃത്യങ്ങളിലൊക്കെ ചെന്നപ്പെട്ടാലും അവിടെയൊക്കെ വിദ്യാർത്ഥികളാണ്, കൗമാരക്കാരാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വത്സമ്മ മാണി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രഥമാധ്യാപകൻ ബെന്നി മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിക്കെതിരെ പോരാടണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് 4ാം ക്ലാസ് വിദ്യാർത്ഥി അഫിയ അജി പ്രസംഗിച്ചു. PTA പ്രസിഡന്റ് രാഖി മോൾസാം, അധ്യാപകരായ MJ ബിബിൻ, സിനു സൂസൻ, വിൻസി പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ രൂപത KCBCയുടെ ലഹരി വിരുദ്ധ മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അൽഫോൻസ കോളേജിൽ നടന്നു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ആഗോള ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ രൂപത KCBC മദ്യലഹരി വിരുദ്ധ സമിതിയുടെ ലഹരി വിരുദ്ധ മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലാ അൽഫോൻസ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യമാണ് നിർവഹിക്കുന്നത്. ആഗോള ലഹരി വിരുദ്ധ ദിനമാണ്. KCBCയുടെ ഉത്തരവാദിത്തപ്പെട്ട സമ്മേളന ദിവസം കൂടിയാണ്. പരാരൂപതയുടെ യൂണിറ്റിൻ്റെ സമ്മേളനമാണ്. നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ വിചാരിക്കും, ഇതെല്ലാം കൂടെ ഞങ്ങൾ ഈ പിള്ളേരുടെ തലയിൽ കൊണ്ടു വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് വിചാരിക്കും. ഇവിടെ പറഞ്ഞവരൊക്കെ പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കുന്നതുകൊണ്ടല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടല്ല എന്ന് ഞങ്ങളൊക്കെ കരുതുകയാണ്. അതുകൊണ്ടല്ല, നിങ്ങൾ പുറത്തിറങ്ങുമ്പം ഇത് തെറ്റാണെന്ന് മറ്റുള്ളവരോട് പറയാനും, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ പറയാനും, നിങ്ങളുടെ അപ്പനോടോ ആങ്ങളമാരോടോ അല്ല വീട്ടിലുള്ള മറ്റ് ജോലിക്കാരോടോ ഒക്കെ പറയാനുള്ള സ്ത്രീഹന്മാർക്കെടുത്ത ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കൊരിയോട് അധ്യക്ഷനായിരുന്നു. രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതിങ്കൽ, ഫ്രാൻസിസ് ജോർജ് MP, മാൻസി കാപ്പൻ MLA, എക്സൈസ് ഇൻസ്പെക്ടർ ജിക്സി ജോസഫ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു, മദ്യവിരുദ്ധ സമിതി രൂപത വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു. ആഗോള ലഹരി വിരുദ്ധ ദിനാചരണ ഭാഗമായി കുട്ടികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം നഗരമധ്യത്തിൽ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. 300-ലധികം ലഹരി ഗുളികകളുമായി ഫാർമസിസ്റ്റിനെ എക്സൈസ് സംഘം പിടികൂടി. നട്ടാശ്ശേരി സ്വദേശിയാണ് അറസ്റ്റിലായത്.
കോട്ടയം നഗരമധ്യത്തിൽ എക്സൈസിന്റെ വൻ ലഹരിമരുന്ന് വേട്ട. 300-ലധികം നൈട്രോസെപ്പാം ഗുളികകളുമായി ഫാർമസിസ്റ്റിനെ എക്സൈസ് സംഘം പിടികൂടി. കോട്ടയം നഗരത്തിലെ ഫാർമസിസ്റ്റായ നട്ടാശ്ശേരി സ്വദേശി മിനു മാത്യുവിനെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ PG രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇന്നലെ മാമന്മാപ്പിള ഹാളിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതിനായി എത്തിച്ചതായിരുന്നു വീര്യം കൂടിയ ലഹരിമരുന്ന് ഗുളികകൾ. കോട്ടയം മാമന്മാപ്പിള ഹാളിന് സമീപത്തെ ഇടവഴിയിൽ നിന്നാണ് ലഹരിമരുന്നുകൾ പിടികൂടിയത്. 400 ഗ്രാമിലധികം ലഹരിമരുന്ന് ഗുളികകൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒരു സ്ട്രിപ്പിന് 1000 രൂപ നിരക്കിലായിരുന്നു വിൽപ്പനയെന്ന് എക്സൈസ് പറഞ്ഞു. ഏറ്റുമാനൂരിലും കോട്ടയത്തും ഫാർമസിസ്റ്റായി ജോലി ചെയ്തിരുന്ന ഇയാൾ ജോലി ഉപേക്ഷിച്ച് ലഹരി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നും എക്സൈസ് അറിയിച്ചു. സ്പെഷ്യൽ സ്ക്വാഡ് TI ടോണി ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ രാമപുരത്ത് സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞു വീണ് മരിച്ചു. രാമപുരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കടപ്ലാമറ്റം മാറിടം വലയം കണ്ടത്തിൽ BP സുരേഷ് കുമാറാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ വീട്ടിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ട സുരേഷ് കുമാർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം റോഡിൽ വെള്ളക്കെട്ട്. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനടക്കാരും ഇതുമൂലം ഏറെ വിഷമിച്ചു. പാല കുറവിലങ്ങാട് റോഡിൽ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തായി രൂപം കൊണ്ട വെള്ളക്കെട്ടാണിത്. റോഡിന് വശത്ത് കലുങ്കും ഓടയും എല്ലാമുണ്ട്. പക്ഷേ വെള്ളമൊഴുകി പോകേണ്ട നീർച്ചാല അടഞ്ഞതോടെ റോഡിൽ മൊട്ടപ്പം വെള്ളക്കെട്ടായി. കാൽനട യാത്രയും അസാധ്യമായി. 2 വീലർ യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായി. ഒരു വശത്തെ കെട്ടിടത്തിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുകയും ചെയ്തു. സമീപത്തെ കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുമാണ്. സമീപത്തെ കൈത്തോളിൽ നിന്നും വെള്ളം ഒഴുകിയിറങ്ങേണ്ട ഭാഗം അടഞ്ഞതാണ് ഈ ഭാഗത്ത് വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുവാൻ കാരണം. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ 2 വീലറിലും 3 വീലറിലും യാത്ര ചെയ്യുന്നവരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിച്ച് നനയും. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ സത്വര നടപടികൾ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാല. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം ജില്ലയിൽ വെള്ളി ശനി ദിവസങ്ങളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് അറിയിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് പരക്കെ ആവശ്യം. പഠനം തുടങ്ങാത്തതിനാൽ കുട്ടികൾ വേറെ സ്കൂളുകളിലേക്ക് മാറുന്നു. ദുരിതബാധിതർക്ക് ജില്ലാ ഭരണകൂടം ബദൽ മാർഗം ഒരുക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ചുങ്കം തിരുവാറ്റയിൽ റോഡരികിലെ മീൻകടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി 6 പേർക്ക് പരിക്കേറ്റു. 2 പേർക്ക് നല്ല പരിക്ക്. ദേഹാസ്വാസ്ഥ്യമുണ്ടായെന്ന് പിക്കപ്പ് വാൻ ഡ്രൈവർ. ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ബോധവൽക്കരണ തെരുവ് നാടകവുമായി പുതുപ്പള്ളി മച്ചുകാട് CMS LP സ്കൂൾ. KCBC ലഹരി മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. കോട്ടയം നഗരത്തിൽ എക്സൈസിന്റെ വൻ ലഹരി വേട്ട. 300-ലധികം ലഹരി ഗുളികകളുമായി ഫാർമസിസ്റ്റ് അറസ്റ്റിൽ. പിടിച്ചെടുത്തത് മാനസികാസ്വാസ്ഥ്യത്തിന് ഉപയോഗിക്കുന്ന നൈട്രോസെപ്പാം ഗുളികകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.